മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നതിലെ 6ാമത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ദ സോളിനോയിഡ് ഇൻ എക്സസൈസ് 5.5 ഈസ് ഫ്രീ ടു ടേൺ എബൌട്ട് ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ആൻഡ് എ യൂണിഫോം ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.25 ടെസ്ല ഈസ് അപ്ലൈഡ്, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് on the solenoid when its axis makes an angle of 30 degree with the direction of applied field. അപ്പോൾ ഇത് 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ്. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മൾ ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. 800 ടേൺസ് ഉള്ളൊരു സോളിനോയിഡ്, അതിലൂടെ കടന്നു പോകുന്ന കറണ്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിരിക്കുന്നു. എന്നിട്ട് അതിനോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു: മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ. നമ്മൾ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ആ സോളിനോയിഡിലേക്ക്, അതായത് കറണ്ട് കടന്നു പോകുന്ന സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റ് പോലെ തന്നെ ആക്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ സോളിനോയിഡിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ബാർ മാഗ്നറ്റിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ബാർ മാഗ്നറ്റ് ആ ഫീൽഡിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടോർക്കാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ബി ഈസ് ഈക്വൽ ടു 0.25 ടെസ്ല. ദെൻ ആംഗിൾ തന്നിട്ടുണ്ട്, തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ടോർക്കിൻ്റെ ഇക്വേഷൻ ഇതാണ്: ടോ ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ. ഇതിലെ എം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് 5.5 എന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ആയിരുന്നു മാഗ്നറ്റിക് മൊമെൻറ്റ്. സോ എം നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. എം ഈസ് ഈക്വൽ ടു 0.60 ആണ്. ഇങ്ങനെ ഇക്വേഷൻ എങ്ങനെ വരും? എമ്മിൻ്റെ സ്ഥാനത്ത് 0.60 കൊടുക്കുക, അതേ ഇൻറ്റു 0.25 ഇൻറ്റു സൈൻ 30 ഈസ് ഈക്വൽ ടു 7.5 into 10⁻² ജൂൾ.